എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 13 വർഷമായി. രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടി കാലം കുറച്ച് കാത്തു. ഈ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ വേണ്ട എന്ന് വയ്ക്കുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഓട്ടിസം വരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവനെ വളർത്തി വലുതാക്കുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇവർ പരസ്പരം കുറച്ചു നേരം നോക്കി നിന്നിട്ട് രണ്ടുപേരും ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ഈ കുഞ്ഞിന് ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ മുൻകൈയെടുത്ത് ഈ കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കത്തില്ല. അതിനെപ്പറ്റി ഇനി ഡോക്ടർ ഞങ്ങളോട് പറയണ്ട. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, അച്ഛാ, ഈ കുഞ്ഞിൻ്റെ അസുഖം മാറാനോ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തരാനോ ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. മറിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഈ കുഞ്ഞിന് ജീവനുള്ളിടത്തോളം കാലം ഈ കുഞ്ഞിനെ പോറ്റാനുള്ള ആരോഗ്യം എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്ക് നൽകണമേ എന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അവസാനത്തെ സ്കാനിങ്ങും കഴിഞ്ഞ് അവളെ ലേബർ റൂമിലേക്ക് കയറ്റി. അച്ഛാ, വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ കുഞ്ഞിനിങ്ങനെ കുഴപ്പമുണ്ടെന്ന് എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും മാത്രം അറിയാം. വേറൊരാളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അച്ഛാ, സിസേറിയനായിരുന്നു. പലതവണ വേണ്ട വേണ്ട എന്ന് ആവർത്തിച്ച് ഞങ്ങളോട് പറഞ്ഞ ഡോക്ടർ തന്നെയാണ് അന്ന് കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നത്. അപ്പം പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛാ, ആ കുഞ്ഞിൻ്റെ കൈവിരലുകൾ പോലെ കാൽവിരലുകളും ഇരിക്കാം. കാരണം കാൽവിരലുകൾക്കൊക്കെ നല്ല നീളമാണ്. ശരീരത്തിൽ അസാമാന്യമായ രോമ വളർച്ചയൊക്കെയാണ്. ശരീരത്തിൻ്റെ മുതുകത്തിന് വല്ലാത്തൊരു വളവുണ്ട്. നോട്ടത്തിൽ കുട്ടിയാണ് എന്ന് ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടാണ്. അച്ഛാ, സങ്കടമുണ്ടെങ്കിലും ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചത് ഈ കുഞ്ഞിനെ നോക്കാനുള്ള ശക്തി എനിക്ക് തരണേന്നാണ്. അപ്പോൾ ഒരപ്പനോട് ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലാണ് അച്ഛാ അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത്. കേട്ടോ, ഞാൻ തന്നോട് പലതവണ ആവർത്തിച്ച് പറഞ്ഞല്ലേ ഈ കുഞ്ഞിനെ വേണ്ട വേണ്ട. ഇപ്പോൾ തനിക്ക് സമാധാനമായില്ലേ? എന്നാ കൊണ്ടുപോയി വളർത്ത്. ഉള്ളിൽ ഒരുപാട് സങ്കടമുണ്ട്, എങ്കിലും ഒരു ഡോക്ടർക്കൊക്കെ അങ്ങനെ പറയാൻ പറ്റുമോ വെച്ചാൽ? കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി പ്രിയ ബോധമുണരും. അവൾക്ക് ഈ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണം. ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് അവളുടെ പുറത്ത് ഇങ്ങനെ കാത്തു നിന്നു. അവളുടെ അടുക്കിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ ഞാനും ചെന്നു. കുഞ്ഞിനെ ഞാൻ എടുത്തു. എന്നിട്ട് അവളെ ഇങ്ങനെ കാണിച്ചിട്ട് ഡോക്ടർ എന്നോട് ചെയ്തതുപോലെ ഞാൻ പ്രിയയുടെ കൈയെടുത്തിട്ട് ഈ കുഞ്ഞിൻ്റെ മുതുകിൽ ഇങ്ങനെ തടകി കാണിച്ചു, കുഞ്ഞിൻ്റെ പുറത്തുള്ള മുഴ കാണിക്കാൻ വേണ്ടി. അപ്പോൾ പ്രിയ ചോദിച്ചു, എന്താണ് ചേട്ടാ? അപ്പോൾ ഞാൻ തടകി നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് ഞാൻ കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞിന് അസാമാന്യമായ വ്യത്യാസം. എനിക്കതൊട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വീണ്ടും ഈ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഈ കുഞ്ഞിനെ കാണിച്ചു. ഡോക്ടർ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. വേണമെങ്കിൽ ജനിക്കുന്നതിന് മുമ്പേ അവനെ മാറ്റി എൻ്റെ കയ്യിലേക്ക് തരാമായിരുന്നു. പക്ഷെ അത് തന്നില്ല. എന്നെ കാണിച്ചു തന്നു, നിന്റെ കുഞ്ഞിങ്ങനെയാണ് എന്ന്. അല്ലെങ്കിൽ ഞാൻ വൈദ്യശാസ്ത്രം തെറ്റിപ്പോയതാണെന്ന് ഉള്ളിൽ ചിന്തിച്ചേനെ. പക്ഷേ ഈ വൈദ്യശാസ്ത്രത്തിന് മുകളിലാണ് എൻ്റെ ക്രിസ്തുവിൻ്റെ ശാസ്ത്രം എന്ന ബോധ്യം അന്ന് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയായിരുന്നു.